നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം എങ്ങനെയാണ് എന്നൊരു ചോദ്യം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാനവറുകൾ പറയുന്നത്, എൻ്റെ ദുനിയാവിലുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിന് 4 വാഹനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 വാഹനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി 4 വാഹനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതാണ് ആ വാഹനങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു 4 വാഹനമാണ്. പഠിച്ചു വെച്ചോളൂ. ഒന്നെന്താ? ഇദാ അഖ്ബലത് അലയ്യ നിഅമതൻ റകിബ്തു മർകബ ശുക്രി. എനിക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത് ലഭിച്ചാൽ, അനുഗ്രഹം ലഭിച്ചാൽ, ഞാൻ നന്ദിയുടെ വാഹനത്തിൽ കയറിപ്പോകും. ഒരു നിഅമത്ത് എനിക്ക് ലഭിച്ചാൽ, അനുഗ്രഹം ലഭിച്ചാൽ, അൽഹംദുലില്ലാഹ്, സന്തോഷം. എന്തനുഗ്രഹം കിട്ടിയാലും അൽഹംദുലില്ലാഹ്. ഇനിയോ ഇദാ അഖ്ബൽതു ബലാഅൻ റകിബ്തു മർകബ സ്വബ്രി. ഇനി എന്ത് ചെയ്യുകയാണ്? എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണ്, ഒരു വിപത്ത് വരികയാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നതാണ്? ക്ഷമയുടെ വാഹനത്തിൽ കയറും. അള്ളാഹുവിനെ ശപിക്കാൻ നിൽക്കൂല. ഒരു അസുഖം വന്നാൽ അതൊരു പരീക്ഷണമാണ്. കടക്കണി വന്നാൽ പരീക്ഷണമാണ്. എങ്ങനെ അതിജീവിക്കും? കടക്കണി വരുന്ന സമയത്ത് പലിശ എടുക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഇവന് എന്ന് അള്ളാഹു തആല നോക്കുകയാണ്. മറ്റൊരാളുടെ മുതൽ കക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് അള്ളാഹു തആല നോക്കുകയാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു പരീക്ഷണം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ആ രൂപത്തിൽ ജീവിക്കും. മൂന്നാമത് പറയുകയാണ്, ഞാൻ ആരാധനയിലേക്ക് നിന്നാൽ, ഇബാദത്തിന് ചെയ്ത് നിന്നാൽ, നിസ്കരിക്കാൻ നിന്നാൽ, നോമ്പനുഷ്ഠിക്കാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇഖ്ലാസിന്റെ വാഹനത്തിൽ പ്രവേശിക്കും. എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഇഖ്ലാസോടുകൂടി ചെയ്യും. ദാറ്റ്സ് എ പെർഫെക്റ്റ് വേ. അതാണ് ഏറ്റവും പരിപൂർണമായ വഴി എന്ന് പറയുന്നത്. 4ാമത്തെ വാഹനത്തെക്കുറിച്ച് പറയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റിലേക്ക് തിരിഞ്ഞാൽ ഞാൻ തൗബ ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 വാഹനാണിത്. ഒരു നിഅമത്ത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഒരു മുസീബത്ത് വന്നാൽ സബ്ർ ചെയ്യുക, ക്ഷമിക്കുക, ഇബാദത്തിന് നിൽക്കുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടി നിൽക്കുക. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പം തന്നെ എന്ത് ചെയ്യണം? തൗബയും വേണം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരു പുതിയ വർഷത്തിലോട്ട് കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒരു വർഷം കൂടി അല്ലാഹു തആല നമുക്ക് തന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയണം. അത് നമുക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 4 തിയറികളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏതൊക്കെയാണ് മനസ്സിലായോ? ഒന്നെന്താണ്? ഒരു നിഅമത്ത് ലഭിച്ചാൽ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ്. അതായത് ഒരു നിഅമത്ത് ലഭിച്ചാൽ ശുക്രിന്റെ വാഹനത്തിൽ കയറണം. അള്ളാഹ്ക്ക് നന്ദി വേണം. നമ്മൾ മുമ്പ് പറഞ്ഞ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്ന കൂരായണെന്ന് കേട്ടിട്ടില്ലേ? ഒരു വിഷയം നടക്കുന്ന സമയം വരെ നമുക്ക് അള്ളാഹിനെ വേണ്ട. ഒരു വിഷയം നടന്നാൽ പിന്നെ അള്ളാഹിനൊന്നും വേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അന്ന് തഹജ്ജുദുണ്ട്, അന്ന് പള്ളിക്കത്തെ ദിക്ർ മജ്ലിസുണ്ട്, നേർച്ചയുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയല്ല. നിഅമത്ത് കിട്ടുമ്പോൾ ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ നിഅമത്തുള്ള സമയത്തൊക്കെ ശുക്ർ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2ാമത്തെ വിപത്ത് വന്നാൽ എന്ത് ചെയ്യണം? ക്ഷമിക്കാൻ പഠിക്കണം. അപ്പോഴേക്ക് ജീവിതത്തെ അങ്ങോട്ട് പ്രാകരുത്. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, അവർക്കൊന്നും കുഴപ്പമില്ല, അള്ളാഹ് എന്താ എന്നെ ഇങ്ങനെ മാത്രം പരീക്ഷിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അല്ലാഹു തആലയുടെ അടിമയല്ലേ നമ്മൾ പരീക്ഷിക്കാൻ അല്ലാഹു തആലക്ക് അധികാരമുണ്ടല്ലോ. 3ാമത്തെ വിഷയം പറഞ്ഞാൽ എന്താ? നിസ്കരിക്കാൻ എന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇബാദത്താണ്, ഇഖ്ലാസ് വേണം. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാകരുത്, മറ്റുദ്ദേശങ്ങളെ കൊണ്ടാകരുത്. നല്ല നീയത്തോടു കൂടി ആയിരിക്കണം എല്ലാ കാര്യത്തിനും പങ്കെടുക്കണ്ടേ. നമുക്കില്ലാതെ പോകുന്നതോ അതാ യാഥാർത്ഥ്യമാണ്. നമുക്കില്ലാതെ പോകുന്നതും ഇഖ്ലാസാണ്. നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ദിക്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ല. എല്ലാത്തിനും നമ്മൾ ന്യൂനത കണ്ടെത്താൻ പഠിക്കും. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? ന്യൂനത കണ്ടെത്താൻ പഠിക്കും. അത് ചെയ്യാൻ പാടില്ല. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും വിഷയം കിട്ടുക, നമ്മൾ അടുത്ത പ്ലാൻ എന്താ? അത് പറയേണ്ടിയിരുന്നില്ല, അത് ശരിയായില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അത് ശരിയല്ല. നമ്മൾ ജഡ്ജ്മെൻറ്റാ. അത് നമ്മൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യും. പറഞ്ഞത് മൊത്തം ദീനാണല്ലോ, പോക്കറ്റിൽ നിന്നിട്ട് ഒന്നും പറയുന്നില്ല, ഒക്കെ ദീനാ. പക്ഷെ നമുക്ക് പറ്റാത്ത വിഷയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയായില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ ഇന്നൊക്കെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മളെ പഠിച്ചത്. അല്ലാതെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകാനല്ല.
ഇങ്ങനെയൊക്കെ ഉണ്ട്, അവിടെ ജയിക്കാൻ പറ്റുമോ? നമുക്കിതൊക്കെ വല്ല പരീക്ഷണമാണോ? സ്വഹാബത്തിന്റെ കാലത്തുണ്ടായ പരീക്ഷണം അത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ അതിലോട്ട് കടക്കുകയല്ല, വേറൊരു ദിവസം നമുക്ക് പറയാം. ആ പരീക്ഷണങ്ങളിലൊക്കെ അവർ തരണം ചെയ്തു വന്നില്ലേ? എന്നിട്ടല്ല അവര് ലോകം കണ്ട ഏറ്റവും നീതിമാനായ ഭരണാധികാരിയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രൂപപ്പെട്ടത് ഈ പരീക്ഷണങ്ങൾ അതിജീവിച്ചത് കൊണ്ടല്ലേ? നമുക്ക് മാത്രം നല്ല പരീക്ഷണം. കാലഘട്ടം മോശം നമ്മൾ പറയാൻ പാടില്ല. കാലഘട്ടത്തെ മോശപ്പെടുത്തിയതാരാ? നമ്മളാണ്. 6-ാം നൂറ്റാണ്ട് എന്ന ചരിത്രത്തിൽ ഇരുണ്ട കാലം എന്ന് രൂപപ്പെടുത്തി വെച്ചൊരു കാലമായിരുന്നു 6-ാം നൂറ്റാണ്ട്. ദ ഡാർക്ക് ഏജ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. എല്ലാ അതിക്രമങ്ങളും നടന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നന്മയുടെ വെളിച്ചവുമായി ഒരു മഹാമനീഷ്യ രംഗപ്രവേശനം ചെയ്തു. ആ മഹാമനീഷ്യ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കള്ളനെന്ന് വിളി കേട്ടു, നുണയനെന്ന് വിളി കേട്ടു, പല രൂപത്തിലുള്ള പേരുകൾ കേട്ടു. പതറിയില്ല, ഇടറിയില്ല. വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് ചെന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അതിജീവിക്കാൻ വേണ്ടി സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് 6-ാം നൂറ്റാണ്ട് കറുത്ത യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ തന്നെ പറഞ്ഞു, 6-ാം നൂറ്റാണ്ട് കറുത്ത യുഗമല്ല, അത് തെളിച്ചമുള്ള ഒരു ലോകത്തിലേക്കുള്ള കവാടം മാത്രമായിരുന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് ലോകം ആഗ്രഹിക്കപ്പെട്ട ഉമർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരിയെ നിയമിച്ചത്. അപ്പൊ കാലഘട്ടത്തിനല്ല മോശം. കടങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്തിനൊരു പ്രശ്നമില്ല. ഈ പ്രദേശത്ത് വേണ്ടാത്തൊരു ശീലമല്ല. ഈ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ഈ നാട്ടിലത്തെ മനുഷ്യരാണ്. ഈ നാട്ടിലത്തെ മനുഷ്യർ ഈ ശീലം എന്ന് മാറ്റുന്നോ അന്ന് ഈ നാട് നന്നാവും. നാട് മോശം എന്ന് പറയുന്നത് നാടിനെ മോശമാക്കി. ആര് മോശമാക്കി? നമ്മൾ മോശമാക്കി. അപ്പൊ നാട് നന്നാവണോ? ആര് നന്നാവണം? നമ്മൾ നന്നാവണം. അപ്പൊ നാട് പെർഫെക്റ്റ് ആവും. നമ്മൾ നന്നാവുക, നമ്മുടെ വീട് നന്നാവുക. ഇങ്ങനെ 100 ആളുകൾ തീരുമാനിക്കുന്നു, ഞാൻ നന്നാവും, എൻ്റെ വീട് നന്നാവും. നാട്ടിലെവിടെ പ്രശ്നം? പിന്നെ നമ്മൾ ന്യായം പറയണ്ട, കാലഘട്ടം അങ്ങനെയല്ലേ, കാലഘട്ടം ഇങ്ങനെയല്ലേ പറയാൻ നിൽക്കണ്ട. ഒക്കെ സിമ്പിളായ വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനത്തോടു കൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിഅമത്തുൽ ഇസ്ലാമില്ലത്തി ലാ തത്തിമു നിഅമതൻ ഇല്ലാ ബിഹാ എന്ന് വെച്ചാൽ ഇസ്ലാം ഇല്ലാതെ ഒരു വിഷയവും പരിപൂർണമാകൂല എന്നാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇസ്ലാമിനെ കാണാൻ പഠിക്കണം. നമുക്കിപ്പോൾ പോകുന്നൊരു വിഷയം അതാ, ദീന് നമ്മൾ സെക്കൻഡറി ആക്കി വെക്കപ്പെടുന്നു.